ഇതിഹാസത്തിൻ്റെ നിർവചനം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശസമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ. ഇതാണ് ഇതിഹാസത്തിൻ്റെ നിർവചനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭൂതമാക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ഉപദേശാത്മകമായ ചരിത്രത്തിൻ്റെയും കഥയുടെയും ആവിഷ്കാരത്തെയാണ് ഇതിഹാസം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോഴിതിൽ ധർമ്മശാസ്ത്രം വരും, അർത്ഥശാസ്ത്രം വരും, മോക്ഷശാസ്ത്രം വരും. ഇതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന ദർശനങ്ങളും മഹാഭാരതത്തിൻ്റെ കഥ ഉൾക്കൊള്ളുന്നു. ഇത് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആവിഷ്കരിക്കുന്നത്. ഒരു ദേശചരിത്രത്തിൻ്റെ, ഒരു രാജ്യചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതാണ് പൂർവവൃത്തം. പൂർവവൃത്തം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് ദ കൺട്രി, ഹിസ്റ്ററി ഓഫ് ദ നേഷൻ, ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ, ഹിസ്റ്ററി ഓഫ് ദ കൾച്ചർ, ഇതെല്ലാം അതിൽ വരും. ഇപ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രം വരും, രാജാക്കന്മാരുടെ ചരിത്രം വരും, ജനതയുടെ ചരിത്രം വരും, സംസ്കാരത്തിൻ്റെ ചരിത്രം വരും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനതയുടെ സമഗ്രമായ ചിന്താമണ്ഡലത്തെയും വ്യാപാരമണ്ഡലത്തെയും ജീവിതത്തെ മുഴുവനും സാകല്യേന അവതരിപ്പിക്കുക എന്നതാണ് ഇതിഹാസത്തിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ലക്ഷണവുമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയുടെ ഉപദേശത്തോടു കൂടിയതേതോ അത് ഇതിഹാസം. അത് മാത്രം പോരാ, രാജ്യത്തിൻ്റെ ചരിത്രവും വേണം. അതാണ് പൂർവവൃത്തം. പൂർവവൃത്തം ഹിസ്റ്ററിയാണ്. ഇപ്പോൾ പൂർവവൃത്തം വേണമെന്ന് പറയുമ്പോൾ അതിലെ കഥാനായകൻ ജീവിച്ചിരുന്ന ആളായിരിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന ആളാണോ കൽപ്പിത കഥാപാത്രമാണോ എന്ന ചോദ്യം ഈ നിർവചനത്തോടുകൂടി തന്നെ അസ്തമിച്ചു പോകുന്നു. കാരണം ചരിത്രപുരുഷനെയേ ഇതിഹാസത്തിൽ കഥാപാത്രമാക്കാൻ പാടുള്ളൂ. പൂർവവൃത്തം എങ്ങനെയാണ് പൂർവവൃത്തത്തെ ഇതിൽ അവതരിപ്പിക്കേണ്ടത്? കഥായുക്തം, കഥയോടുകൂടി വേണം. കഥ എന്ന് പറയുന്നത് ഫിക്ഷൻ ആണ്. അപ്പോൾ ഭാവനാത്മകമായ സംഭവ പരമ്പരകളുടെ കൂട്ടിച്ചേർക്കലോടുകൂടി പൂർവവൃത്തത്തെ, ഹിസ്റ്ററിയെ, ചരിത്രത്തെ അവതരിപ്പിക്കുകയും കൂടി വേണം ഇതിഹാസത്തിൽ. പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിഹാസത്തിൻ്റെ ഏറ്റവും ചുരുക്കമായ സൂത്രരൂപത്തിലുള്ള നിർവചനം. ഈ നിർവചനം തന്നെ അനേക വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ സമഗ്രവും സംക്ഷിപ്തവും ബിന്ദുരൂപവുമാണ്.